നമസ്കാരം. ഇന്നത്തെ വില്ലേജ് എഡിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക് പുറപ്പെട്ടു. 45 വർഷത്തിനിടെ ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. 1979 മൊറാർജി ദേശായിയാണ് ഒടുവിൽ പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യ പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 70 വർഷം തികയുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നത് ശ്രദ്ധേയമായി. പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം എസ്.പിയെ വേദിയിലിരുത്തി PV അൻവർ MLA പരസ്യമായി അധിക്ഷേപിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി SP. MLA പരാമർശിച്ച കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആകുന്നതിന് മുമ്പുള്ളതാണ്. അതെന്താണെന്ന് വിശദമായി അന്വേഷിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. SPS ശശിധരൻ പരിപാടിയിൽ വൈകിയെത്തിയതിൽ പ്രകോപിതനായാണ് MLA വിമർശനം നടത്തിയത്. പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായ മലപ്പുറം SP പ്രസംഗം ഒരു വരിയിലൊതുക്കി വേദി വിട്ടിറങ്ങുകയായിരുന്നു. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വത്തിനും മാംസക്കച്ചവടത്തിനുമെതിരെ വ്യക്തമായ തെളിവുകൾ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിട്ടും 4.5 വർഷമായിട്ടും ചെറുവിരൽ അനക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഇരകളെ മറയാക്കി വേട്ടക്കാരെ സംരക്ഷിച്ച നിലപാടിനെതിരെ ഗവർണറും പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ സർക്കാർ പ്രതിരോധത്തിലായി. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി കേസ് CBIക്ക് വിട്ട സർക്കാർ എന്തുകൊണ്ട് തെളിവുകളോടെ ഗുരുതര ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് പരാതി വാങ്ങി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. റഷ്യൻ സൈന്യത്തിനൊപ്പം യുദ്ധം ചെയ്യവേ യുക്രൈനിലെ ഡൊണേസ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ മുകുന്ദപുരം നായരങ്ങാടി കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയതായി നോർത്ത് CEO അജിത് കോളശ്ശേരി അറിയിച്ചു. സന്ദീപിന്റെ മരണം റഷ്യൻ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ റഷ്യയിലെ റസ്തോഫിലാണ് സന്ദീപിന്റെ മൃതദേഹമുള്ളതായി ഇന്ത്യൻ എംബസി അറിയിച്ചത്. മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാൻ റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചു വരികയാണ്. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരെ അന്വേഷണം നടത്താൻ ഒരു പദ്ധതിയും നിലവിൽ ഇല്ലെന്നറിയിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയമിക്കില്ലെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് റിസർച്ചാണ് രംഗത്തെത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയത് സർക്കാർ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങൾ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും. കച്ചവടക്കാരും കലാകാരന്മാരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയെ കൂടാതെ ജോർജ് കുര്യനും കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുന്നെയാണ് ജോർജ് കുര്യനെ മന്ത്രിസഭാംഗം ആക്കാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചത്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര, ന്യൂനപക്ഷകാര്യ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. അഴിമതി കേസിൽ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ED ഉദ്യോഗസ്ഥൻ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ. ഡൽഹിക്ക് സമീപം ഷാഹിബാബാദിലെ റെയിൽവേ ട്രാക്കിലാണ് ED ഉദ്യോഗസ്ഥനായ അലോക് കുമാർ രഞ്ജന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗാന്ധിയാബാദിൽ നിന്നുള്ള അലോക് കുമാർ ഡെപ്യൂട്ടേഷനിലാണ് EDയിലെത്തിയത്. നേരത്തെ ആദായ നികുതി വകുപ്പിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അഴിമതി കേസിൽ അലോക് കുമാറിനെ 2 തവണ CBI ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും നിയമപ്രശ്നങ്ങളും അലട്ടുന്ന എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് സ്ഥാപകനും CEOയുമായ ബൈജു രവീന്ദ്രൻ. കമ്പനി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്നും ഇതിന് നിക്ഷേപകരുടെ പിന്തുണയുണ്ടെന്നും ജീവനക്കാർക്ക് എഴുതിയ കത്തിൽ ബൈജു ഉറപ്പു നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചെലവ് കുറഞ്ഞ വ്യക്തിഗത അനുഭവങ്ങൾ നൽകാൻ കഴിയുന്ന
നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ബൈജൂസ് അധികം വൈകാതെ ലോഞ്ച് ചെയ്യുമെന്നും കത്തിൽ പറയുന്നു. ബീച്ചിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളുടെ കവർച്ച പതിവാകുന്നു. വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ, സ്വർണം, പണം, ലാപ്ടോപ്പ് എന്നിവ നഷ്ടപ്പെട്ടതായാണ് പരാതി. വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജനുവരി 1 മുതൽ ഈ ആഴ്ച ഇതുവരെയായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 10 പരാതികളും ഒരേ സ്ഥലത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ നടന്ന കവർച്ചയാണ്. കേസ് രജിസ്റ്റർ ചെയ്യാത്ത സംഭവങ്ങൾ ഇതിലും കൂടുതലാണ്. വൈകിട്ട് മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിലാണ് മോഷണം പതിവാകുന്നത്. സ്കൂട്ടർ യാത്രക്കാരുടെ സാധനങ്ങളാണ് കൂടുതലും നഷ്ടപ്പെട്ടത്. മറികടക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് KSRTC ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറെ തിരയുകയാണ്. ചാത്തമംഗലം പാണ്ടിക്കടവത്ത് സുബ്രഹ്മണ്യനാണ് മർദ്ദനമേറ്റത്. സംഭവ ദിവസം രാത്രിയോടെ മെഡിക്കൽ കോളേജ് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. കുറ്റിക്കാട്ടൂർ സ്വദേശി നിസാറിനെ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾ ഒളിവിലാണ്. വടകര ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയറിന്റെ സൈനിക സാമൂഹിക കാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ 6ാം വാർഷികം നടത്തി. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി തണൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹസദ്യ ഒരുക്കുകയായിരുന്നു. വിവേക് കാരങ്ങാട്, ശിവകുമാർ വടകര, നിപുൺ കടിയങ്ങാട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അത്തോളി കുമുള്ളിയിൽ കടുവയെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് കൂമുള്ളി വായനശാല പുത്തഞ്ചേരി റോഡിൽ തോട്ടത്തിൽ സേതുവിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കടുവയെ കണ്ടതായി സമീപത്തെ വീട്ടുകാരൻ പരിസരവാസികളെ അറിയിച്ചത്. വിവരമറിഞ്ഞ ഉടനെ അത്തോളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെ കക്കയം ഫോറസ്റ്റ് ഓഫീസിലെ സംഘം സ്ഥലത്തെത്തി 2 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്തിയില്ല. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.